ഹായ് ഡിയേഴ്സ്, നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള ആഗ്രഹവുമായിട്ട് വന്നിരിക്കുന്നവരാണെങ്കിൽ ഞാൻ നിങ്ങൾക്കൊരു ഉറപ്പ് തരാൻ പോവാണ്. 10 മിനിറ്റ് എന്നോടൊപ്പം ഇംഗ്ലീഷ് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങളെ കൊണ്ട് ഞാൻ 10 ദിവസം കൊണ്ട് തന്നെ ഇംഗ്ലീഷ് സംസാരിപ്പിക്കും. അപ്പോൾ കൂടുതൽ വലിച്ചു നീട്ടുന്നില്ല, ലെറ്റ് സ്റ്റാർട്ട്. ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇംഗ്ലീഷിൽ പ്രോനൗണുകളുണ്ട്. അത് സിംഗുലറും ഉണ്ട്, പ്ലൂരലും ഉണ്ട്. അതായത് ഐ, യു, ദേ, വി, ഈ 4 പ്രോണൗൺ. ഐ എന്ന് പറഞ്ഞാൽ ഞാൻ, യു നീ, ദേ അവർ, വി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ. ഇതിൻ്റെ കൂടെ പ്ലൂറൽ ആയിട്ടുള്ള ഏത് കുട്ടികൾ, ടീച്ചർമാർ, അതേപോലെ ഡോക്ടേഴ്സ്, മാതാപിതാക്കൾ എന്നൊക്കെ പറയുന്നത് പോലെയുള്ള പ്ലൂറൽ ആയിട്ടുള്ള നൗണുകൾ അല്ലെങ്കിൽ പ്രോനൗണുകൾ യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ വേർബിൻ്റെ എസ് ഇല്ലാത്ത ഫോമാണ് യൂസ് ചെയ്യേണ്ടത്. എന്നാൽ ഹി, ഷീ, ഇറ്റ്, റാം, ജൂലി, കിഡ്, ബേബി, ഗേൾ, ബോയ് എന്നൊക്കെ പറയുന്ന സിംഗുലർ ആയിട്ടുള്ള നൗൺ അല്ലെങ്കിൽ പ്രോനൗൺ ആണ് നമ്മളുടെ സെന്റൻസിൽ വരുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ വേർബിന്റെ കൂടെ എസ് അല്ലെങ്കിൽ ഇ എസ് ഫോം ചേർത്തുകൊണ്ടാണ് പറയാറുള്ളത്. ഇതാലോചിച്ച് ആരും കൺഫ്യൂഷൻ അടിക്കേണ്ട, ടെൻഷൻ അടിക്കേണ്ട. നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്കത് മനസ്സിലാവും കേട്ടോ. നമുക്ക് ഫസ്റ്റ് തന്നെ സിമ്പിളിൽ നിന്ന് തുടങ്ങാം അല്ലേ. ഏറ്റവും ബിഗിനേഴ്സിന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള ക്ലാസ്സിൽ നിന്നാണ് നമ്മൾ ഇന്ന് തുടങ്ങുന്നത് കേട്ടോ. എനിക്കത് ഇഷ്ടമാണ്. എങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയും? ഐ ലൈക്ക് ഇറ്റ്. എനിക്കത് ഇഷ്ടമാണ് എന്നുള്ളതിന് ഐ ലൈക്ക് ഇറ്റ് എന്ന് പറയൂ അല്ലേ. അതിന് മലയാളത്തിൽ ഞാനത് ഇഷ്ടപ്പെടുന്നു എന്നുള്ള അർത്ഥവും ഉണ്ട് കേട്ടോ. 2 അർത്ഥമുണ്ട്. ഞാനത് ഇഷ്ടപ്പെടുന്നു എന്ന് പറയാനും ഐ ലൈക്ക് ഇറ്റ് എന്നാണ് പറയുക. അപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഐ, യു, ദേ, വി ഒക്കെ വന്നാലും നമ്മൾ ലൈക്ക് എന്നേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, ഞാൻ മലയാളം പറയും, നിങ്ങൾ എൻ്റെ കൂടെ ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യാം കേട്ടോ. അവർക്കത് ഇഷ്ടമാണ്, ദേ ലൈക്ക് ഇറ്റ്. ഞങ്ങൾക്കത് ഇഷ്ടമാണ്, വി ലൈക്ക് ഇറ്റ്. ടീച്ചർമാർക്ക് അത് ഇഷ്ടമാണ്, ടീച്ചേഴ്സ് ലൈക്ക് ഇറ്റ്. കുട്ടികൾക്ക് അത് ഇഷ്ടമാണ്, ചിൽഡ്രൻ ലൈക്ക് ഇറ്റ്. മാതാപിതാക്കൾക്ക് അത് ഇഷ്ടമാണ്, പാരൻസ് ലൈക്ക് ഇറ്റ്. മനസ്സിലാവുന്നുണ്ടല്ലോ? എല്ലാത്തിൻ്റെ കൂടെ ലൈക്കാണ് യൂസ് ചെയ്തത്. എന്നാൽ നമ്മൾ പറഞ്ഞു ഹി, ഷീ, ഇറ്റ് അല്ലെങ്കിൽ സിംഗുലറിൻ്റെ കൂടെ ലൈക്കിൻ്റെ കൂടെ എസ് ചേർത്ത് ലൈക്സ് ചേർത്താണ് പറയുക. എൻ്റെ കൂടെ പറയാ കേട്ടോ. അവൾക്കത് ഇഷ്ടമാണ്, ഷീ ലൈക്സ് ഇറ്റ്. അവൻക്കത് ഇഷ്ടമാണ്, ഹി ലൈക്സ് ഇറ്റ്. ജൂലിക്കത് ഇഷ്ടമാണ്, ജൂലി ലൈക്സ് ഇറ്റ്. രാധക്കത് ഇഷ്ടമാണ്, രാധ ലൈക്സ് ഇറ്റ്. ടീച്ചർക്കത് ഇഷ്ടമാണ്, ടീച്ചർ ലൈക്സ് ഇറ്റ്. കുട്ടിക്കത് ഇഷ്ടമാണ്, ചൈൽഡ് ലൈക്സ് ഇറ്റ്. ഉപ്പാക്കത് ഇഷ്ടമാണ്, ഫാദർ ലൈക്സ് ഇറ്റ്. അമ്മക്കത് ഇഷ്ടമാണ്, മദർ ലൈക്സ് ഇറ്റ്. മനസ്സിലായോ നമ്മളുടെ മാറ്റങ്ങൾ വരുന്നത്? യെസ്, ഇതേ സെന്റൻസ് തന്നെ നമ്മൾ പറയാണ് എനിക്കത് ഒരുപാട് ഇഷ്ടമാണ് എന്ന് പറയാൻ 2 രീതിയിൽ നമ്മൾ പറയും. ഒന്ന്, ഐ ലൈക്ക് ഇറ്റ് വെരി മച്ച്. എനിക്കത് വളരെ ഇഷ്ടമാണ്. രണ്ടാമത്തത്, ഐ ലൈക്ക് ഇറ്റ് എ ലോട്ട്. 2 രീതിയിൽ പറയാം. ഐ ലൈക്ക് ഇറ്റ് വെരി മച്ച്, ഐ ലൈക്ക് ഇറ്റ് എ ലോട്ട്. എൻ്റെ കൂടെ പറയാം, ഐ ലൈക്ക് ഇറ്റ് വെരി മച്ച്, ഐ ലൈക്ക് ഇറ്റ് എ ലോട്ട്. വൺസ് അഗെയിൻ, ഐ ലൈക്ക് ഇറ്റ് വെരി മച്ച്, ഐ ലൈക്ക് ഇറ്റ് എ ലോട്ട്. ഇത് തമ്മിലൊരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ഐ ലൈക്ക് ഇറ്റ് വെരി മച്ച് എന്ന് പറയുന്നത് ഫോർമലായിട്ട് അല്ലെങ്കിൽ ബിസിനസ് കോണ്ടെക്സ്റ്റിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. എന്നാൽ ഐ ലൈക്ക് ഇറ്റ് എ ലോട്ട് എന്ന് പറയുന്നത് നമ്മൾ ഫ്രണ്ട്ലി രീതിയിൽ അല്ലെങ്കിൽ ഇൻഫോർമൽ ആയിട്ട് അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സിനോടൊക്കെ നമ്മൾ സംസാരിക്കില്ലേ, അപ്പോഴാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഐ ലൈക്ക് ഇറ്റ് എ ലോട്ട് എന്നുള്ളത് യൂസ് ചെയ്യുന്നത് എന്നും കൂടെ മനസ്സിലാക്കുക. അപ്പോൾ അവൾക്കത് ഒരുപാട് ഇഷ്ടമാണ്, ഷീ ലൈക്സ് വെരി മച്ച്, ഷീ ലൈക്സ് ഇറ്റ് എ ലോട്ട്. അവർക്കത് വളരെ ഇഷ്ടമാണ്, ഹി ലൈക്സ് ഇറ്റ് വെരി മച്ച്, ഹി ലൈക്സ് ഇറ്റ് എ ലോട്ട്. അവർക്കത് വളരെ ഇഷ്ടമാണ്, ദേ ലൈക്ക് ഇറ്റ് വെരി മച്ച്, ദേ ലൈക്ക് ഇറ്റ് എ ലോട്ട്. ഞങ്ങൾക്കത് വളരെ ഇഷ്ടമാണ്, വി ലൈക്ക് ഇറ്റ് വെരി മച്ച്, വി ലൈക്ക് ഇറ്റ് എ ലോട്ട്. രാജുവിനും രാധയ്ക്കും അത് വളരെ ഇഷ്ടമാണ്, രാജു ആൻഡ് രാധ ലൈക്ക് ഇറ്റ് വെരി മച്ച്, രാജു ആൻഡ് രാധ ലൈക്ക് ഇറ്റ് എ ലോട്ട്. 2 പേര് വന്നാൽ അത് പ്ലൂരലാണ്, എസ് ഇല്ലാത്തത് യൂസ് ചെയ്യാം. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ? നിങ്ങൾ വീഡിയോ കണ്ടിട്ട് വീണ്ടും ഒന്നും കൂടെ ബാക്കിലോട്ട് പോവുക, വീണ്ടും ഇതൊന്നും കൂടെ പ്രാക്ടീസ് ചെയ്യുക. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത്, ഇതേ സെന്റൻസിന് നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, നിനക്കത് ഇഷ്ടമാണോ? എനിക്കത് ഇഷ്ടമാണ് എന്ന് പറയുമ്പോൾ നിനക്കത് ഇഷ്ടമാണോ എന്ന് നമ്മൾ ചോദിക്കില്ലേ.
അതെങ്ങനെയാണ് പറയാ? ഡു യു ലൈക്ക് ഇറ്റ്? എങ്ങനെയാണ് പറയാ? ഡു യു ലൈക്ക് ഇറ്റ്? നിനക്കത് ഇഷ്ടാണോ? ഡു യു ലൈക്ക് ഇറ്റ്? ഈ യു, ഐ, യു, ദേ, വി അതേപോലെ പ്ലൂറലിന്റെ കൂടെ ഒക്കെ ഡു ചേർത്തിട്ടാണ് പറയുക കേട്ടോ. ഐ എന്ന് പറയുമ്പോൾ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നീ ഇഷ്ടപ്പെടുന്നോ എന്നല്ലേ ചോദിക്കുക. അപ്പോൾ ഐന്റെ കൂടെ നമ്മൾ സാധാരണ യൂസ് ചെയ്യാറില്ല, യുവിന്റെ കൂടെയാണ് യൂസ് ചെയ്യുക. അപ്പോൾ ഡു യു ലൈക്ക് ഇറ്റ്? അവർക്ക് ഇഷ്ടാണോ? ഡു ദേ ലൈക്ക് ഇറ്റ്? കമോൺ, എൻ്റെ കൂടെ പറയുക കേട്ടാ. ഞങ്ങൾക്കത് ഇഷ്ടമാണെന്ന് പറയുമ്പോൾ നിങ്ങൾക്കത് ഇഷ്ടമാണോ എന്നല്ലേ ചോദിക്കുക. ഡു യു ലൈക്ക് ഇറ്റ്? അവൾക്കത് ഇഷ്ടമാണോ? അവൾക്കത് ഇഷ്ടമാണോ? ശ്രദ്ധിച്ച് പറയുക കേട്ടാ. അവിടെ ഡു ആണോ വരിക, ഡസ് ആണോ വരിക? വെരി ഗുഡ്, ഡസ് ആണ് വരിക. കാരണം നമ്മൾ ലൈക്സ് എന്നാണ് പറഞ്ഞത് അല്ലെ. ഷീ ലൈക്സ് ഇറ്റ് എന്നാ പറഞ്ഞത്. ആ ലൈക്സിൽ നിന്ന് ഡസിനെ മുന്നിലോട്ട് എടുക്കുക. അപ്പൊ എങ്ങനെയാ വരിക? ഡസ് ഷീ ലൈക്ക് ഇറ്റ്? അവൾക്കത് ഇഷ്ടമാണോ? അവൻക്കത് ഇഷ്ടമാണോ? ഡസ് ഹി ലൈക്ക് ഇറ്റ്? അമ്മക്കത് ഇഷ്ടമാണോ? ഡസ് മദർ ലൈക്ക് ഇറ്റ്? അച്ഛനത് ഇഷ്ടമാണോ? ഡസ് ഫാദർ ലൈക്ക് ഇറ്റ്? കുട്ടികൾക്ക് അത് ഇഷ്ടമാണോ? ഡു ചിൽഡ്രൻ ലൈക്ക് ഇറ്റ്? ഡസ് ആണോ വരിക? അല്ല, ഡു ചിൽഡ്രൻ ലൈക്ക് ഇറ്റ്? മാതാപിതാക്കൾക്ക് അത് ഇഷ്ടമാണോ? ഡു പാരൻസ് ലൈക്ക് ഇറ്റ്? ഓക്കെ, മനസ്സിലാവുന്നുണ്ടല്ലോ. എന്നാ നമുക്ക് സെന്റൻസ് ഒന്ന് മാറ്റി പിടിക്കാം അല്ലെ. നമ്മൾ പറയാണ് എനിക്ക് അത് ഇഷ്ടമാണ് എന്നാണല്ലോ ആദ്യം പറഞ്ഞത്. ഞാനത് നെഗറ്റീവ് ആക്കാൻ പോവാ കേട്ടോ. എനിക്കത് ഇഷ്ടമല്ല. എങ്ങനെയാ പറയുന്നത്? എനിക്കത് ഇഷ്ടമല്ല. എങ്ങനെയാ പറയാ? നമ്മൾ പറഞ്ഞു ക്വസ്റ്റ്യൻ മേക്ക് ചെയ്യുമ്പോൾ ഡു അല്ലേ യൂസ് ചെയ്തത്. അപ്പോൾ എനിക്കത് ഇഷ്ടമല്ല എന്ന് പറയാൻ നെഗറ്റീവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഡോണ്ട് എന്നാ പറയാം. ഡു നോട്ട് എന്നും പറയാം, ഡോണ്ട് എന്നും പറയാം. നമ്മൾ സംസാരിക്കുമ്പോൾ ഡോണ്ട് ആണ് യൂസ് ചെയ്യാറ് കേട്ടോ. ഡു നോട്ട് എന്ന് എഴുതുമ്പോൾ ചിലർ എഴുതും, പക്ഷെ സംസാരിക്കുമ്പോൾ ഡോണ്ട് യൂസ് ചെയ്യുന്നതല്ലേ നല്ലത്. സോ എല്ലാം അങ്ങനെ തന്നെ കേട്ടോ. നമ്മുടെ പ്ലൂറൽ എല്ലാം ഡോണ്ട് വെച്ചിട്ട് പറയും. ഞാൻ മലയാളം പറയും, എൻ്റെ കൂടെ ഇംഗ്ലീഷ് പറഞ്ഞത് പ്രാക്ടീസ് ചെയ്തേ. എനിക്കത് ഇഷ്ടമല്ല, ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ്. അവർക്കത് ഇഷ്ടമല്ല, ദേ ഡോണ്ട് ലൈക്ക് ഇറ്റ്. ഞങ്ങൾക്കത് ഇഷ്ടമല്ല, വി ഡോണ്ട് ലൈക്ക് ഇറ്റ്. നിനക്കത് ഇഷ്ടമല്ല, യു ഡോണ്ട് ലൈക്ക് ഇറ്റ്. കുട്ടികൾക്ക് അത് ഇഷ്ടമല്ല, ചിൽഡ്രൻ ഡോണ്ട് ലൈക്ക് ഇറ്റ്. മാതാപിതാക്കൾക്ക് അത് ഇഷ്ടമല്ല, പാരൻസ് ഡോണ്ട് ലൈക്ക് ഇറ്റ്. വെരി നൈസ്, വെരി നൈസ്. വളരെ അടിപൊളിയായിട്ട് പറയുന്നുണ്ട് കേട്ടോ. അടുത്തത് നമുക്ക് നോക്കാം. അപ്പോൾ അവൾക്ക് അവൻക്ക് ഒന്നും ഇഷ്ടമല്ല എന്ന് പറയുമ്പോൾ ഡോണ്ട് തന്നെയാണോ യൂസ് ചെയ്യുക? അല്ല അല്ലെ, ഡസിൻറ്റ് എന്നാണ് യൂസ് ചെയ്യുക. ഡസ് ആണല്ലോ നമ്മൾ യൂസ് ചെയ്തത്. അപ്പോൾ ഡസിൻറ്റ് ആണ് അതിന്റെ പോസിറ്റീവായിട്ട് നെഗറ്റീവായിട്ട് വരിക കേട്ടോ. അപ്പോൾ അവൾക്കത് ഇഷ്ടമല്ല, ഷീ ഡസിൻ ലൈക്ക് ഇറ്റ്. അവനത് ഇഷ്ടമല്ല, ഹി ഡസിൻ ലൈക്ക് ഇറ്റ്. ജൂലിക്ക് അത് ഇഷ്ടമല്ല, ജൂലി ഡസിൻ ലൈക്ക് ഇറ്റ്. ടീച്ചർക്ക് അത് ഇഷ്ടമല്ല, ടീച്ചർ ഡസിൻ ലൈക്ക് ഇറ്റ്. ആൺകുട്ടിക്ക് അത് ഇഷ്ടമല്ല, ബോയ് ഡസിൻ ലൈക്ക് ഇറ്റ്. പെൺകുട്ടിക്ക് അത് ഇഷ്ടമല്ല, ഗേൾ ഡസിൻ ലൈക്ക് ഇറ്റ്. വെരി നൈസ്, വെരി നൈസ്. ഇനി നമുക്ക് ഇത് തന്നെ ഇഷ്ടമല്ല, ഇഷ്ടമാണ് എന്നൊക്കെ പറയുന്നത് പ്രസന്റിൽ ഇപ്പൊ പറയുന്ന കാര്യങ്ങളാണ് അല്ലെ. ഇത് നമുക്ക് കഴിഞ്ഞു പോയതായിട്ട് മലയാളത്തിൽ നമ്മൾ പറയില്ലേ, എനിക്കത് ഇഷ്ടപ്പെട്ടു പറയില്ലേ, കഴിഞ്ഞു പോയത് ഇഷ്ടപ്പെട്ടു എന്ന് പറയാൻ നമ്മൾ പറയും ഐ ലൈക്ക് ഇറ്റ്. എങ്ങനെയാ പറയാ? ഐ ലൈക്ക് ഇറ്റ്. ഇത് പാസ്റ്റ് കഴിഞ്ഞു പോയത് പറയാൻ എല്ലാത്തിലും ഒരേ ഫോമായി യൂസ് ചെയ്യാട്ടോ. അത് സിംഗുലർ ആയാലും പ്ലൂറൽ ആയാലും. അപ്പൊ ഞാൻ പറയുന്നതിന്റെ ഇംഗ്ലീഷ് പറഞ്ഞൂടെ? യെസ്, ഞങ്ങൾക്കത് ഇഷ്ടപ്പെട്ടു. വി ലൈക്ക്ഡ് ഇറ്റ്. യെസ്, വെരി ഗുഡ്. വി ലൈക്ക്ഡ് ഇറ്റ്. ഞങ്ങൾക്കത് ഇഷ്ടപ്പെട്ടു. നിനക്കത് ഇഷ്ടപ്പെട്ടു. യു ലൈക്ക്ഡ് ഇറ്റ്. അവൾക്കത് ഇഷ്ടപ്പെട്ടു. ഷീ ലൈക്ക്ഡ് ഇറ്റ്. അവൻക്കത് ഇഷ്ടപ്പെട്ടു. ഹി ലൈക്ക്ഡ് ഇറ്റ്. അവർക്കത് ഇഷ്ടപ്പെട്ടു. ദേ ലൈക്ക്ഡ് ഇറ്റ്. മാതാപിതാക്കൾക്ക് അത് ഇഷ്ടപ്പെട്ടു. പാരൻസ് ലൈക്ക്ഡ് ഇറ്റ്. അച്ഛനത് ഇഷ്ടപ്പെട്ടു. ഫാദർ ലൈക്ക്ഡ് ഇറ്റ്. വെരി നൈസ്, വെരി നൈസ്. അപ്പോൾ എനിക്കത് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളത് നമുക്ക് പറയണ്ടേ? എനിക്കത് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയാൻ നമ്മൾ പറയും ഐ ഡിഡ്ന്റ് ലൈക്ക് ഇറ്റ്. കണ്ടോ, ലൈക്ക്ഡ് എന്നുള്ളതിൽ നിന്ന് ഡിഡ് പ്ലസ് ലൈക്ക് ആണ് ലൈക്ക്ഡ്. അപ്പൊ എല്ലാത്തിനും ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളത് പറയാൻ ലൈക്ക്ഡ് ആണ് യൂസ് ചെയ്യാന്ന് മനസ്സിലാക്കുക. അപ്പൊ എനിക്കത് ഇഷ്ടപ്പെട്ടില്ല, ഐ ഡിഡ്ന്റ് ലൈക്ക് ഇറ്റ്. അവൾക്കത് ഇഷ്ടപ്പെട്ടില്ല, ഷീ ഡിഡ്ന്റ് ലൈക്ക് ഇറ്റ്. അവനത് ഇഷ്ടപ്പെട്ടില്ല, ഹി ഡിഡ്ന്റ് ലൈക്ക് ഇറ്റ്. ഞങ്ങൾക്കത് ഇഷ്ടപ്പെട്ടില്ല, ഞങ്ങൾക്ക് വി ഡിഡ്ന്റ് ലൈക്ക് ഇറ്റ്. അവർക്കത് ഇഷ്ടപ്പെട്ടില്ല, ദേ ഡിഡ്ന്റ് ലൈക്ക് ഇറ്റ്. അവർക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. രാജുവിനും രാധയ്ക്കും അത് ഇഷ്ടപ്പെട്ടില്ല, രാജു ആൻഡ് രാധ ഡിഡ്ന്റ് ലൈക്ക് ഇറ്റ്. കണ്ടോ, പാസ്റ്റ് ആവുമ്പോൾ എല്ലാത്തിനും ഒന്നും ചിന്തിക്കേണ്ട, ചാടി കയറി പറയാ.
അപ്പൊ നമ്മൾ ചോദിക്കുകയാണ് ഇഷ്ടപ്പെട്ടു, എനിക്കത് ഇഷ്ടപ്പെട്ടു. അപ്പൊ നമ്മൾ ചോദിക്കുക നിനക്കത് ഇഷ്ടപ്പെട്ടോ? ഇംഗ്ലീഷിൽ മലയാളത്തിൽ ചോദിക്കില്ലേ നിനക്കത് ഇഷ്ടപ്പെട്ടോ? അപ്പൊ നമ്മൾ എങ്ങനെയാ ചോദിക്കുക? ഡിഡ് യു ലൈക്ക് ഇറ്റ്? എങ്ങനെയാ ചോദിക്കുക? ഇഷ്ടപ്പെട്ടു എന്ന് പറയാൻ ഐ ലൈക്ക്ഡ് ഇറ്റ് എന്നാ പറഞ്ഞത് അല്ലെ. അപ്പൊ ലൈക്ക്ഡ് എന്ന് പറയുന്നത് ഡിഡ് പ്ലസ് ലൈക്ക് ആണല്ലോ. അപ്പൊ ഡിഡിനെ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ പുറത്തേക്ക് എടുക്കുക. അപ്പൊ നമ്മൾ ചോദിക്കും ഡിഡ് യു ലൈക്ക് ഇറ്റ്? നിനക്കത് ഇഷ്ടപ്പെട്ടോ? അവർക്കത് ഇഷ്ടപ്പെട്ടോ? അവർക്കത് ഇഷ്ടപ്പെട്ടോ? എങ്ങനെയാ ചോദിക്കുക? ഡിഡ് ദേ ലൈക്ക് ഇറ്റ്? അവർക്കത് ഇഷ്ടപ്പെട്ടോ? ഡിഡ് ദേ ലൈക്ക് ഇറ്റ്? അവർക്കത് ഇഷ്ടപ്പെട്ടോ? ഡിഡ് ദേ ലൈക്ക് ഇറ്റ്? അവൻക്കത് ഇഷ്ടപ്പെട്ടോ? ഡിഡ് ഹി ലൈക്ക് ഇറ്റ്? അവൾക്കത് ഇഷ്ടപ്പെട്ടോ? ഡിഡ് ഷീ ലൈക്ക് ഇറ്റ്? കുട്ടികൾക്കത് ഇഷ്ടപ്പെട്ടോ? ഡിഡ് ചിൽഡ്രൻ ലൈക്ക് ഇറ്റ്? ആ പെൺകുട്ടിക്ക് അത് ഇഷ്ടപ്പെട്ടോ? ഡിഡ് ദ ഗേൾ ലൈക്ക് ഇറ്റ്? മാതാപിതാക്കൾക്ക് അത് ഇഷ്ടപ്പെട്ടോ? ഡിഡ് ദ പാരന്റ്സ് ലൈക്ക് ഇറ്റ്? വെരി നൈസ്, വെരി നൈസ്. ഇത് തന്നെ നമ്മൾ നെഗറ്റീവിലേക്ക് മാറ്റുകയാണ്. ഡിഡിന്റെ നെഗറ്റീവ് ഡിഡിൻറ്റ്. എന്താണ് ഡിഡിന്റെ നെഗറ്റീവ്? നമ്മൾ പറഞ്ഞു ഡിഡിൻറ്റ് ആണ്. അപ്പൊ ക്വസ്റ്റ്യനില് നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടില്ലേ? ക്വസ്റ്റ്യനിൽ ചോദിക്കൂലേ, നമ്മൾ ചിലപ്പോൾ ചോദിക്കും നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടില്ലേ എന്ന് ചോദിക്കില്ലേ? അപ്പൊ നമ്മൾ ചോദിക്കല്ലേ ഡിഡിൻറ്റ് യു ലൈക്ക് ഇറ്റ്? എങ്ങനെയാ ചോദിക്കുക? ഡിഡിൻറ്റ് യു ലൈക്ക് ഇറ്റ്? നിനക്കത് ഇഷ്ടപ്പെട്ടില്ലേ? ഡിഡിൻറ്റ് യു ലൈക്ക് ഇറ്റ്? നിനക്കത് ഇഷ്ടപ്പെട്ടില്ലേ? ഡിഡിൻറ്റ് യു ലൈക്ക് ഇറ്റ്? അവർക്കത് ഇഷ്ടപ്പെട്ടില്ലേ? ഡിഡിൻറ്റ് ദേ ലൈക്ക് ഇറ്റ്? അവർക്കത് ഇഷ്ടപ്പെട്ടില്ലേ? ഡിഡിൻറ്റ് ദേ ലൈക്ക് ഇറ്റ്? അവൻക്കത് ഇഷ്ടപ്പെട്ടില്ലേ? ഡിഡിൻറ്റ് ഹി ലൈക്ക് ഇറ്റ്? അവൻക്കത് ഇഷ്ടപ്പെട്ടില്ലേ? ഡിഡിൻറ്റ് ഹി ലൈക്ക് ഇറ്റ്? അവൾക്കത് ഇഷ്ടപ്പെട്ടില്ലേ? ഡിഡിൻറ്റ് ഷീ ലൈക്ക് ഇറ്റ്? അവൾക്കത് ഇഷ്ടപ്പെട്ടില്ലേ? ഡിഡിൻറ്റ് ഷീ ലൈക്ക് ഇറ്റ്? കുട്ടികൾക്കത് ഇഷ്ടപ്പെട്ടില്ലേ? ഡിഡിൻറ്റ് ചിൽഡ്രൻ ലൈക്ക് ഇറ്റ്? കുട്ടികൾക്കത് ഇഷ്ടപ്പെട്ടില്ലേ? ഡിഡിൻറ്റ് ചിൽഡ്രൻ ലൈക്ക് ഇറ്റ്? കുട്ടികൾക്കത് ഇഷ്ടപ്പെട്ടില്ലേ? ഡിഡിൻറ്റ് ചിൽഡ്രൻ ലൈക്ക് ഇറ്റ്. വെരി നൈസ്. എൻ്റെ കൂടെ പറയാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? ഇങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷ് പഠിക്കേണ്ടത്. ഇനി ഇതിനെ നമ്മളൊന്ന് വലുതാക്കാൻ പോവാണ് കേട്ടോ. സെന്റൻസിനെ ഒന്ന് വലുതാക്കാൻ പോവാണ്. എങ്ങനെയാന്ന് നോക്കാം കേട്ടോ. അതായത് എനിക്ക് വായിക്കാൻ ഇഷ്ടമാണ്. ഞാൻ പറയാണ് എനിക്ക് വായിക്കാൻ ഇഷ്ടമാണ്. എങ്ങനെയാ പറയാ? എനിക്കിഷ്ടമാണ് എന്നുള്ളതിന് ഐ ലൈക്ക് എന്നാ പറയാ. അപ്പൊ വായിക്കാൻ ഐ ലൈക്ക് ടു റീഡ്. വായിക്കാൻ ആൻ എന്നർത്ഥത്തില് ടു, പിന്നെ എന്താണോ നമുക്ക് ചെയ്യാൻ ഇഷ്ടമുള്ളത് അത് വായിക്കാനല്ലേ. അപ്പൊ റീഡ്. എങ്ങനെയാ പറയാ? ഐ ലൈക്ക് ടു റീഡ്. എനിക്ക് വായിക്കാൻ ഇഷ്ടമാണ്. അവൾക്ക് വായിക്കാൻ ഇഷ്ടമാണ്. എങ്ങനെയാണ് പറയാ? ഷീ ലൈക്സ്. മറക്കണ്ട കേട്ടോ. ഷീ ലൈക്സ് ടു റീഡ്. ഞങ്ങൾക്ക് വായിക്കാൻ ഇഷ്ടമാണ്. വി ലൈക്ക് ടു റീഡ്. ഞങ്ങൾക്ക് വായിക്കാൻ ഇഷ്ടമാണ്. വി ലൈക്ക് ടു റീഡ്. അവൻക്ക് വായിക്കാൻ ഇഷ്ടമാണ്. ഹി ലൈക്സ് ടു റീഡ്. അവർക്ക് ന്യൂസ് പേപ്പർ വായിക്കാൻ ഇഷ്ടമാണ്. എങ്ങനെയാണെന്ന് പറഞ്ഞു നോക്കിയേ. അവർക്ക് ന്യൂസ് പേപ്പർ വായിക്കാൻ ഇഷ്ടമാണ്. അവർക്ക് എന്നുള്ളതിന് ദേ ലൈക്ക് ടു റീഡ് ന്യൂസ് പേപ്പർ. ദേ ലൈക്ക് ടു റീഡ് ന്യൂസ് പേപ്പർ. അവൾക്ക് ഡയറി എഴുതാൻ ഇഷ്ടമാണ്. എങ്ങനെയാ പറയാ? ഷീ ലൈക്സ് ടു റൈറ്റ് ഡയറി. അവൾക്ക് ഡയറി എഴുതാൻ ഇഷ്ടമാണ്. ഷീ ലൈക്സ് ടു റൈറ്റ് ഡയറി. അവൻക്ക് ഡയറി എഴുതാൻ ഇഷ്ടമാണ്. ഹീ ലൈക്സ് ടു റൈറ്റ് ഡയറി. അവൻക്ക് ഡയറി എഴുതാൻ ഇഷ്ടമാണ്. ഹീ ലൈക്സ് ടു റൈറ്റ് ഡയറി. പിന്നെ ഞങ്ങൾക്ക് സ്കൂളിൽ പോവാൻ ഇഷ്ടമാണ് എന്ന് പറഞ്ഞു നോക്കിയേ. ഞങ്ങൾക്ക് വി ലൈക്ക് ടു ഗോ ടു സ്കൂൾ. ഞങ്ങൾക്ക് സ്കൂളിൽ പോവാൻ ഇഷ്ടമാണ്. വി ലൈക്ക് ടു ഗോ ടു സ്കൂൾ. ഞങ്ങൾക്ക് സ്കൂളിൽ പോവാൻ ഇഷ്ടമാണ്. വി ലൈക്ക് ടു ഗോ ടു സ്കൂൾ. ഞങ്ങൾക്ക് കടയിൽ പോവാൻ ഇഷ്ടമാണ്. വി ലൈക്ക് ടു ഗോ ടു ഷോപ്പ്. വി ലൈക്ക് ടു ഗോ ടു ഷോപ്പ്. എനിക്ക് എന്താണ് പൈജാമ ഇടാൻ ഇഷ്ടമാണ്. ഡ്രസ്സ് ഉണ്ടല്ലോ പൈജാമ. എനിക്ക് പൈജാമ ധരിക്കാൻ ഇഷ്ടമാണ്. എങ്ങനെയാണ് പറയാ? ധരിക്കുക എന്നുള്ളതിന് വിയർ അല്ലെങ്കിൽ വെയർ എന്നൊക്കെ പറയാം കേട്ടോ. അപ്പൊ എങ്ങനെയാന്ന് പറഞ്ഞു നോക്കിയേ. എനിക്കിഷ്ടമാണ്. ഐ ലൈക്ക്. എന്തിനാണ്? ധരിക്കാൻ. ടു വിയർ. ഐ ലൈക്ക് ടു വിയർ പൈജാമ. എനിക്ക് പൈജാമ ധരിക്കാൻ ഇഷ്ടമാണ്. ഞങ്ങൾക്ക് പൈജാമ ധരിക്കാൻ ഇഷ്ടമാണ്. വി ലൈക്ക് ടു വിയർ പൈജാമ. അവൾക്ക് പൈജാമ ധരിക്കാൻ ഇഷ്ടമാണ്. ഷീ ലൈക്സ് ടു വിയർ പൈജാമ. അവൻക്ക് പൈജാമ ധരിക്കാൻ ഇഷ്ടമാണ്. ഹീ ലൈക്സ് ടു വിയർ പൈജാമ. സോനുവിന് പൈജാമ ധരിക്കാൻ ഇഷ്ടമാണ്. സോനു ലൈക്സ് ടു വിയർ പൈജാമ. ഇതുപോലെ ഒരുപാട് വേർബുകൾ ചേർത്തിട്ട് നമുക്ക് പ്രാക്ടീസ് ചെയ്യാലോ അല്ലേ? നമുക്ക് വായിക്കാൻ ഇഷ്ടമാണ്, എഴുതാൻ ഇഷ്ടമാണ്, കളിക്കാൻ ഇഷ്ടമാണ്, പിന്നെന്താണ്
ഗിഫ്റ്റ് കൊടുക്കാൻ ഇഷ്ടമാണ്, എന്തെങ്കിലും സമ്മാനങ്ങൾ വാങ്ങാൻ ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞൂടെ. അപ്പം നിങ്ങളുടേതായിട്ടുള്ള വേറെ വെർബുകൾ യൂസ് ചെയ്തിട്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എന്തൊക്കെയാണ് ഇഷ്ടം എന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ സെൻറ്റൻസുകളെ നമ്മൾ ആദ്യം ചെറുതിൽ നിന്ന് തുടങ്ങുക, എന്നിട്ടത് വലുതാക്കി 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 കൊണ്ടുവരിക. എന്നിട്ടത് പ്രാക്ടീസ് ചെയ്ത് പഠിച്ചാൽ ഷുവറായിട്ടും നിങ്ങൾക്ക് 10 ദിവസം കൊണ്ട് ഈ രീതിയിൽ പഠിച്ചാൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള കോൺഫിഡൻസ് കിട്ടും, ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാനും കഴിയും. നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കിയാലോ. ഇപ്പം ഇഷ്ടമാണ് എന്നല്ല പറഞ്ഞത്, ഇഷ്ടമല്ല എന്നുള്ളതൊന്ന് നമുക്കൊന്ന് സെൻറ്റൻസിനൊന്ന് വലുതാക്കി വെക്കുക അല്ലേ. അവൾക്ക് ന്യൂസ് പേപ്പർ വായിക്കാൻ ഇഷ്ടമല്ല. അവൾക്ക് ന്യൂസ് പേപ്പർ വായിക്കാൻ ഇഷ്ടമല്ല. എങ്ങനെയാ പറയുക? ഷീ ഡസൻറ്റ്, ഇഷ്ടമല്ല. ഷീ ഡസൻറ്റ് ലൈക്ക് ടു റീഡ് ന്യൂസ് പേപ്പർ. അവൾക്ക് ന്യൂസ് പേപ്പർ വായിക്കാൻ ഇഷ്ടമല്ല. ഷീ ഡസൻറ്റ് ലൈക്ക് ടു റീഡ് ന്യൂസ് പേപ്പർ. അവൻക്ക് പൈജാമ ധരിക്കാൻ ഇഷ്ടമല്ല. ഹീ ഡസൻറ്റ് ലൈക്ക് ടു വിയർ പൈജാമ. അവൻക്ക് പൈജാമ ധരിക്കാൻ ഇഷ്ടമല്ല. ഷീ ഡസൻറ്റ് ലൈക്ക് ടു വിയർ പൈജാമ. അവന് ഗിഫ്റ്റ് കൊടുക്കാൻ ഇഷ്ടമല്ല. ഹീ ഡസൻറ്റ് ലൈക്ക് ടു ഗിവ് ഗിഫ്റ്റ്സ്. അവൻക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ ഇഷ്ടമല്ല. ഹീ ഡസൻറ്റ് ലൈക്ക് ടു ഗിവ് ഗിഫ്റ്റ്. അവൻക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ ഇഷ്ടമല്ല. മനസ്സിലായല്ലോ? ഞങ്ങൾക്ക് ഷോപ്പിങ്ങിന് പോവാൻ ഇഷ്ടമല്ല. വി ഡോണ്ട് ലൈക്ക് ടു ഗോ ഷോപ്പിംഗ്. ഞങ്ങൾക്ക് ഷോപ്പിങ്ങിന് പോവാൻ ഇഷ്ടമല്ല. വി ഡോണ്ട് ലൈക്ക് ടു ഗോ ഷോപ്പിംഗ്. എനിക്ക് കഥ ഇഷ്ടപ്പെട്ടു. എനിക്ക് കഥ ഇഷ്ടപ്പെട്ടു എന്നാണെങ്കിൽ എന്താ പറയുക? ഐ ലൈക്ക്ഡ് ദ സ്റ്റോറി. എനിക്ക് ആ കഥ ഇഷ്ടപ്പെട്ടു. ഐ ലൈക്ക്ഡ് ദാറ്റ് സ്റ്റോറി. എനിക്ക് ആ കഥ ഇഷ്ടപ്പെട്ടു. ഐ ലൈക്ക്ഡ് ദാറ്റ് സ്റ്റോറി. ഞങ്ങൾക്ക് ആ കഥ ഇഷ്ടപ്പെട്ടില്ല. വി didn't like that story. ഞങ്ങൾക്ക് ആ കഥ ഇഷ്ടപ്പെട്ടില്ല. we didn't like that story. അവൾക്ക് ആ കഥ ഇഷ്ടപ്പെട്ടു. she liked, ഇഷ്ടപ്പെട്ടു. she liked that story. അവൾക്കത് ഇഷ്ടപ്പെട്ടില്ല. she didn't like that story. കണ്ടോ നമ്മളുടെ സെന്റൻസുകൾ വന്നത്? വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് അല്ലേ? ഇതുപോലെയുള്ള വേർബുകളും ഒരുപാട് യൂസേജസുമായിട്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. അതുവരേക്കും ഗുഡ് നൈറ്റ്, ഗുഡ് ബൈ.